ഡോക്ടർ കെ ജയപ്രസാദ്, നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമുണ്ട്. അതായത് പാകിസ്ഥാന് പിന്നിൽ തുർക്കിയും പിന്നെ ചൈനയും എന്നാണല്ലോ പറഞ്ഞു കേട്ടത്. ചൈനയുടെ പല മിസൈലുകളും നമ്മൾ തരിപ്പണമാക്കി എന്ന് പറഞ്ഞു. ഈ പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊക്കെയും നമ്മുടെ മിസൈലുകൾ പതിച്ചതു കണ്ട് എന്തു മാറ്റമാണ് ഉണ്ടായത്? ഈ ചൈന എന്തുകൊണ്ട് പിന്നോട്ട് പോയി? അയൽക്കാരാണ് ഇരു രാജ്യങ്ങളും എന്ന് പറഞ്ഞവസാനിപ്പിക്കാനാണല്ലോ അവർ ശ്രമിച്ചത്. 1965 മുതൽ എല്ലാ യുദ്ധങ്ങളിലും എല്ലാ സംഘർഷങ്ങളിലും അതുപോലെ തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ മുന്നേറ്റത്തിലും എല്ലാം തന്നെ പാകിസ്ഥാനോടൊപ്പമാണ് ചൈന നിന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ അമേരിക്കയും നമ്മൾ അത്രയധികം വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള ഡീപ് സ്റ്റേറ്റ് അത് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനല്ല, അതിന് വിഭിന്നമാണ്. പക്ഷേ അതിന് മുമ്പുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻ്റെ പിന്തുണ അതിനുണ്ടായിരുന്നു. അവർ വളരെ ശക്തമാണ്. ഇപ്പോൾ തന്നെ IMFൻ്റെ ലോണ് വളരെ പെട്ടെന്ന് തന്നെ പാകിസ്ഥാന് പ്രാപ്യമാക്കിയതിൽ അമേരിക്കയ്ക്ക് വലിയ റോളുണ്ട്. കാരണം ഏതാണ്ട് 60% വോട്ടവകാശം അമേരിക്കയ്ക്കാണ് IMFിലുള്ളത്. കാരണം ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ അതുപോലെ പാകിസ്ഥാൻ കുറ്റവാളിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിക്കുന്നത് വേണമെങ്കിൽ 1-2 ആഴ്ച മാറ്റിവെക്കാമായിരുന്നു, അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭാരതത്തിൻ്റെ വികസനം കാക്ഷിക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അമേരിക്കയിൽ നിലവിലുള്ള ഭരണകൂടം ഒരുപക്ഷേ പിന്തുണയ്ക്കുന്നുണ്ടാകും. പക്ഷേ അമേരിക്കയിലകത്തുള്ള ശക്തികൾ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡീപ് സ്റ്റേറ്റ്, അത് ഭാരതത്തിൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ അക്കാഡമിക്കിലൂടെ ബുദ്ധിജീവികളിലൂടെ ഇടതുപക്ഷ അല്ലെങ്കിൽ ആ തരത്തിൽ പറയുന്ന അർബൻ നക്സലൈറ്റുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ്. കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഭാരതത്തിനെതിരായ ശത്രുതാപരമായ ആശയങ്ങൾ ജനിപ്പിക്കുന്നത് ഭാരതത്തിനകത്തു നിന്നാണ്. ഇപ്പോൾ കേരളം വളരെ മുന്നിൽ നിൽക്കുന്നൊരു പ്രദേശമാണ് ആ തരത്തിൽ നോക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ദീർഘവീക്ഷണമുള്ള പ്രധാനമന്ത്രിയോടാണ്. കാരണം 2014 അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്തിട്ടുള്ള നമ്മുടെ സേനകളെ ശാക്തീകരിക്കുന്നതിനെടുത്ത ശ്രമങ്ങൾ, ഇവിടെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ 2020 ശേഷം ഇന്ത്യൻ സേനയുടെ ഭാഗമായി മാറ്റിയ സംവിധാനങ്ങളാണ് ഈ പാകിസ്ഥാനെതിരായ ആക്രമണത്തിൽ നമ്മളെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശക്തി തെളിയിക്കുന്നതിന് മുന്നിൽ വന്നത്. അതായത് S-400 മിസൈൽ പ്രതിരോധ സംവിധാനമാണെങ്കിലും റാഫേൽ തുടങ്ങിയിട്ടുള്ള യുദ്ധ പ്ലെയിൻ ആണെങ്കിലും ഒക്കെ തന്നെ അതിനുശേഷം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര ദീർഘവീക്ഷണത്തോടാണ് അദ്ദേഹം കണ്ടത്. 2014 നമ്മുടെ പ്രധാനമന്ത്രി അധികാരത്തിൽ വരുമ്പോൾ 78% ആയുധങ്ങൾ നമ്മൾ ഒരു രാജ്യത്തിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അതാണ് കോൺഗ്രസിൻ്റെ സംഭാവന എന്ന് നമ്മൾ അറിയേണ്ടത്. അത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് അല്ലെങ്കിൽ പിന്നീട് റഷ്യയിൽ നിന്ന്. അപ്പം ഇന്ന് അത് 36% നരേന്ദ്രമോദി താഴ്ത്തിക്കൊണ്ടുവന്നു. കാരണം ഇന്ന് നമ്മൾ ലോക വിപണിയിലെ ആയുധങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ചാണ് ഒരു രാഷ്ട്രത്തിന് അടിമപ്പെടുന്നതിന് പകരം അത് നമ്മൾ ഇന്ന് ഇസ്രയേൽ ഉൾപ്പെടെ ഫ്രാൻസ് അതുപോലെ മറ്റ് പല രാജ്യങ്ങളിൽ സ്വീഡൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും നമ്മളിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. അതായത് രാഷ്ട്രത്തെ നമ്മൾ പറയുന്ന തരത്തിൽ ഒരു ചേരിചേരായ്മ പറഞ്ഞുകൊണ്ട് സോവിയറ്റ് യൂണിയൻ അടിമപ്പെട്ട് നടന്ന ഒരു രാഷ്ട്രീയ ലൈനിൽ നിന്ന് മാറിയിട്ട് ഇന്ന് നമ്മൾ ആത്മനിർഭര ഭാരതിലൂടെ അതുപോലെ രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തരമായി നമ്മുടെ രാഷ്ട്രം വികസിച്ച മിസൈൽ സംവിധാനങ്ങളാണെങ്കിലും മറ്റു തരത്തിൽ പ്രതിരോധ നിർമ്മാണത്തിലുമൊക്കെ നമ്മൾ വളരെ റെക്കോർഡ് വേഗതയിൽ മുന്നേറുകയാണ്. അപ്പോൾ ഇത് വളരെ ഭയത്തോടെയാണ്. നമുക്കറിയാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ലോകത്തിലെ 10ാമത്തെ സമ്പദ്ശക്തിയാണെങ്കിൽ ഇന്ന് 4ാമതാണ്. ഈ വർഷം അവസാനിക്കുമ്പോഴത് 3ാമതായി മാറാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഭാരതത്തിനെതിരായി നിൽക്കുന്ന ശക്തികൾ കേവലം ചൈന മാത്രമല്ല, ഇസ്ലാമിക ലോകം നമ്മൾ പറയുന്ന OIC എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ ഏകീകരിച്ച സംഘടനാ രൂപം, അതിൽ നമ്മൾ ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിലെ ചില രാജ്യങ്ങൾ, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ, UAE പോലെയുള്ള രാജ്യങ്ങൾ, നമ്മളുമായിട്ട് വളരെ ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങൾ ഇന്ത്യയുമായി വളരെ നല്ല സൗഹൃദവും സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഇന്ത്യയുമായിട്ട് UAE നടത്തുന്നു. പക്ഷേ അതേസമയം തന്നെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും പാകിസ്ഥാന് തന്നെയാണ് പിന്തുണ കൊടുക്കുന്നത്. തുർക്കി അതിൻ്റെ നേതൃത്വം അലങ്കരിക്കുന്നുവെന്ന് നമ്മൾ കരുതിയാൽ മതി. കാരണം ഇവിടെ ഇസ്ലാമിക സ്റ്റേറ്റും ഇസ്ലാമിക ശക്തികളും ചൈനയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഒരു ഭാഗത്തും, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡീപ്പ് സ്റ്റേറ്റും മറുഭാഗത്തുമുണ്ട്. അതുകൊണ്ട് ഭാരതത്തിന് എതിരായ ശക്തികൾ കേവലം ചൈന, ഇസ്ലാമിക് സ്റ്റേറ്റ് മാത്രമല്ല, അതിന് ബദലായിട്ട് തന്നെ അമേരിക്ക കേന്ദ്രീകരിച്ചിട്ടുള്ള ശക്തികളും അതുപോലെ മറ്റ് യൂറോപ്പ് കേന്ദ്രീകരിച്ചിട്ടുള്ള ശക്തികളും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് വിഭജിക്കപ്പെട്ട ഒരു ഭാരതമാണ്. ഇവിടെ നമ്മളെ മുന്നിൽ വന്നത് ലോകത്തിൻ്റെ ചർച്ചയിലേക്ക് വരാം. വളരെ ശക്തമായ ഒരു സന്ദേശമാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിനും പാകിസ്ഥാനും ലോകത്തിനും നൽകിയത്.
ഓരോ വാക്കുകളും അളന്ന് കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വളരെ സുശക്തമായ ഒരു രാജ്യത്തിൻ്റെ സുശക്തമായ നേതൃത്വത്തിൻ്റെ ഒരു മറുപടി എന്നുള്ള തലത്തിൽ ലോകം ഇന്ന് കാത്തിരുന്ന ഒരു മറുപടിയാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ സേനയെ പ്രതിനിധീകരിച്ച് മാത്രമാണ് നമ്മളോട് രാജ്യത്തിന് വേണ്ടി അവർ നടത്തിയ ഡിഫൻസ് എന്താണെന്ന് അവതരിപ്പിച്ചതെങ്കിൽ ഇന്ന് പ്രധാനമന്ത്രി മുന്നിൽ വന്ന് വളരെ ശക്തമായ ഭാഷയിൽ ഓരോ വാക്കുകളും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമാകുന്ന തരത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനം അവസാനത്തെ ഭാഗമാണ്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നു, നമ്മൾ പാകിസ്ഥാനോട് ഇനി ഒരു നയതന്ത്ര തലത്തിലൂടെ മുന്നോട്ട് പോകാനല്ല ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ പ്രശ്നം കൊണ്ടല്ല. അങ്ങനെ നമ്മൾ സംസാരിക്കണമെങ്കിൽ അവിടെ ഭീകരവാദത്തെ വാഴ്ത്തുന്ന, പിന്തുണയ്ക്കുന്ന, അതിന് താവളമൊരുക്കുന്ന പാകിസ്ഥാനുമായോട് ചർച്ച നടത്താൻ കഴിയില്ല. ചർച്ച നടത്തുകയാണെങ്കിൽ ഭീകരവാദം ഒഴിഞ്ഞ ഒരു പാകിസ്ഥാനായിരിക്കണം. രണ്ടാമത്, ഭീകരവാദത്തിൻ്റെ രാഷ്ട്രവുമായിട്ട് നമ്മളെ വ്യാപാരവും നമുക്ക് നടത്താൻ കഴിയില്ല. അതാണ് രണ്ടാമത്തെ പ്രധാനമായി അദ്ദേഹം പറഞ്ഞത്. ട്രേഡ് വേണമെങ്കിൽ ഭീകരവാദത്തിൽ നിന്ന് പാകിസ്ഥാൻ വിമുക്തമാകണം. 3, ബ്ലഡും അതായത് രക്തവും വെള്ളവും ഒന്നിച്ച് ഒഴുകില്ല. ഭാരതത്തിൽ നിന്ന് വെള്ളം അങ്ങോട്ട് പോകണമെങ്കിൽ 1960 മുതൽ നമ്മൾ നൽകി വരുന്ന, അല്ലെങ്കിൽ നമ്മൾ 80% വെള്ളവും പാകിസ്ഥാന് നൽകിയിരുന്ന ആ സിന്ധു നദീ കരാർ നിന്ന് നമ്മൾ ഇന്ന് പിന്മാറിക്കഴിഞ്ഞിരുന്നു. അത് എന്നാണോ പാകിസ്ഥാൻ കത്തി താഴെ വെക്കുന്നത്, അത് രക്തം വാർന്നൊഴുകാൻ വേണ്ടി ഭാരതത്തിൻ്റെ രാഷ്ട്ര ശരീരത്തിന് കഴിഞ്ഞ 75 വർഷമായിട്ട് 1947 ഒക്ടോബർ മാസം മുതൽ പാകിസ്ഥാൻ്റെ ആക്രമണം തുടങ്ങിയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 2 മാസം തികയുന്നതിന് മുമ്പാണ് കാശ്മീരിലേക്ക് പാകിസ്ഥാൻ ആക്രമണം ആരംഭിച്ചത്. അതിനുശേഷം നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയിലെ സമാധാനത്തിൻ്റെ സന്ദേശവുമായി പോയി. എന്നിട്ട് ആ ഐക്യരാഷ്ട്ര സംഘടന നമുക്കെതിരായി വിധി തരികയും പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്നുള്ള ഒരു പ്രവിശ്യ പാകിസ്ഥാൻ വരികയും നമുക്ക് അന്താരാഷ്ട്ര ബോർഡറിന് പകരം നമ്മുടെ രാജ്യം അത് ലൈൻ ഓഫ് കൺട്രോൾ എന്നുള്ള തരത്തിൽ അംഗീകരിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത് ഇവിടെ എടുത്തു പറയുന്നു. ഇനി ചർച്ച ചെയ്യുന്നത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിനെ കുറിച്ചാണ്, പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന ടെററിനെ കുറിച്ച്, അവരുടെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളെക്കുറിച്ചാണ്.